കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. അപക്വമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തുറന്നടിച്ചു. പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് ആലോചിക്കണം. മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും PMA സലാം പറഞ്ഞു. ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFന്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാവണം. അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മ വേണം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല SITക്ക്. AIG G പൂങ്കുഴലിക്കാണ് SITയുടെ മേൽനോട്ട ചുമതല. ഏകീകൃത അന്വേഷണത്തിനായി ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ അസോസിയേഷന്റെ നോട്ടീസ്. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നിർദ്ദേശം. മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഉടൻ തന്നെ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കൊല്ലം വിജിലൻസ് കോടതി A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് വാദം. എന്നാൽ കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. ജന്മനാടായ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 90 വയസ്സായിരുന്നു. ഇന്ദിരാഗാന്ധി സർക്കാരിലും രാജീവ് ഗാന്ധി സർക്കാരിലും ഭാഗമായിരുന്ന ശിവരാജ് പാട്ടീൽ 1ാം UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1991-96 കാലയളവിൽ ലോക്സഭാ സ്പീക്കറായിരുന്നു. 2010-2015 കാലയളവിൽ പഞ്ചാബ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു. കോട്ടയം പാലായിൽ കാമുകിക്ക് മെസ്സേജ് അയച്ചു എന്ന കാരണത്താൽ യുവാവിനെ കുത്തിക്കൊന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി വിപിനെയാണ് സുഹൃത്ത് ബിനീഷ് കൊലപ്പെടുത്തിയത്. ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത്. ഈ ബിബിനും ഒപ്പം തന്നെ ബിനീഷും പാലായിൽ ഒരു വീടിന്റെ പണികൾക്ക് വേണ്ടി, അതായത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ പണികൾക്ക് വേണ്ടിയാണ് പാലായിൽ താമസിച്ചിരുന്നത്. ഇരുവരും ആലപ്പുഴ സ്വദേശികളാണ്, സുഹൃത്തുക്കളാണ്. ഇതിനിടെയാണ് ഇന്ന് ഇതിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഭാഗമായ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി മദ്യം ഇരുവർക്കും ലഭിച്ചിരുന്നു. ആ മദ്യം കഴിച്ച ശേഷമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നടന്നത്. അതായത് ഈ ഈ പുതിയ വീട് വെക്കുന്നതിന് കുറച്ച് മാറി പാലാ മുരിക്കുമ്പുഴ ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതായത് ഈ 2 പേരും താമസിച്ച സ്ഥലത്തെ റോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. റോഡിൽ വെച്ച് വാക്കുതർക്കവും തുടർന്ന് കത്തിക്കുത്തും ഉണ്ടാകുകയായിരുന്നു. അതായത് ഈ വിപിൻ്റെ കാമുകിക്ക് ബിനീഷ് മെസ്സേജ് അയച്ചു. ഇത് ബിനീഷ് കണ്ടു. ഇത് ചോദ്യം ചെയ്തുള്ള തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് പാലായിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ സമീപത്തും, അതായത് ഈ തൊഴിലാളികൾ വന്ന് താമസിക്കുന്ന മുറികൾ സമീപത്തുമുണ്ട്. ആ തൊഴിലാളികളാണ് ഈ സംഭവം കാണുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ വിപിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇയാൾ മരിച്ചു എന്നറിയാതെയാണ് ബിനീഷ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ബിനീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇവർ തമ്മിൽ നേരത്തെയും പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മദ്യക്കുപ്പികളും മറ്റും പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇയാൾ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായ ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം
ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിലാണ് ഇങ്ങനൊരു വലിയ തർക്കത്തിലും പിന്നീട് ഒരു കൊലപാതകത്തിലും കലാശിച്ചത്.